പ്രിയമുള്ളവരെ, വചനജ്വാല 1734 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 31 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന പൊൻസുദിനമാണ്. ഇന്ന് തന്നെ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം അവസാന ദിവസത്തിലെത്തി നിൽക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 20-ാം അധ്യായം 35 മുതൽ 49 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ നിങ്ങളെ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാണിക്കുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. അവർ ചെന്നു പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇസ്രായേൽ ഭവനമേ, കർത്താവായ ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക. എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെയും എന്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും. അവിടെ അവരെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ കാഴ്ചകളും ആദ്യഫലങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഗന്ധം ധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാണുകെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവർത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകൾ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എന്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ദക്ഷിണ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക. നെഗബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക. നെഗബിലെ വനത്തോട് പറയുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ
എല്ലാ വൃക്ഷങ്ങളും നശിപ്പിക്കും. അഗ്നിജ്വാലകൾ അണയുകയില്ല. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർത്യരും അറിയും. അത് അണയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അവൻ കടങ്കഥക്കാരനല്ലേ എന്ന് അവർ എന്നെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രത്യേകമായി നമുക്ക് നമ്മുടെ അമ്മ മാതാവിനോട് പ്രത്യേകം മാധ്യസ്ഥം യാചിക്കാം. ഈ ഒരു മാസക്കാലം നാം ചൊല്ലിയ വണക്കമാസ ജപങ്ങളും സ്തുതികളും നാം ജപിച്ച ജപമാലകളും പ്രത്യേക പ്രാർത്ഥനകളും ഒരു പുഷ്പഹാരമായി മാതാവിന് സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ എലിസബത്ത് പുണ്യവതിയെ പരിശുദ്ധ ദൈവമാതാവ് സന്ദർശിച്ച ദിനവും ആഘോഷിക്കുന്ന ആ ദിവസമാണ്. തന്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തനിക്ക് ലഭിച്ച അത്യുന്നത സ്ഥാനം വിസ്മരിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ 110 കിലോമീറ്റർ തിടുക്കത്തിൽ യാത്ര ചെയ്തു. മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എലിസബത്തിനെ സന്ദർശിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. അതേ മാതാവിനെ വിളിച്ച് നമുക്കും പ്രത്യേകം മാധ്യസ്ഥം യാചിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കൂടി ആഘോഷിക്കുന്ന പൊൻ സുദിനമാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യേകം അനുഗ്രഹം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി മാതാവിന്റെ വണക്കമാസത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് പ്രവേശിക്കാം.